ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അരങ്ങേറുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗാങ്സ് ഹൗസ് എന്ന പേരിൽ ചെറുപ്പക്കാര് അശ്ലീലങ്ങൾ പ്രദർശിപ്പിച്ച് അവരതാ നമ്മളുടെ മക്കളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നു. കുറഞ്ഞ കാലങ്ങൾ സോഷ്യൽ രംഗങ്ങളിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്. സോഷ്യൽ മീഡിയകളിൽ ഒരു പറ്റം ചെറുപ്പക്കാര് വന്ന് അവരിങ്ങനെ ഡിക്ഷണറിയിൽ കാണാത്ത തെറിപൂരങ്ങൾ നടത്തി. ഒരുപാട് ആളുകൾ അതിങ്ങനെ കാണലൊരു രസമാക്കിയെടുത്തു, ജീവിതത്തിന്റെ ഒരു ഹരമാക്കിയെടുത്ത്. എന്താണ് ആ ചെറുപ്പക്കാര് പറയുന്നത്? ആലിമീങ്ങളെ കൊഞ്ഞനം കുത്തുക. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ ഷിആറിന്റെ പേരിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് തോന്നിവാസങ്ങൾ പറയുക, ഡിക്ഷണറി ഇല്ലാത്ത തെറി പറയുക. അത് കേൾക്കാൻ ഒരുപാട് ചെറുപ്പക്കാര്, എന്നിട്ട് അവനെ ആ ചെകുത്താൻ കോലം കെട്ടിയ ആ ചെറുപ്പക്കാരനെ ഫോളോ ചെയ്യാൻ ധാരാളം ആളുകള്. ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, മക്കളെ, ആ നിലക്കൊന്നും നമ്മൾ വഴിവിട്ട് സഞ്ചരിക്കരുത്. നമ്മൾക്കൊരു ഇസ്ലാമിക സംസ്കാരമുണ്ട്, ആ സംസ്കാരം നമ്മൾ വലിച്ചെറിയരുത്. നമ്മുടെ രക്ഷിതാക്കൾ ആലോചിക്കണം, നമ്മുടെ മക്കള് ഏത് വഴിയിലാണ് പോകുന്നത്. നമ്മുടെ സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഒരു പദ്ധതി കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്തെ ലഹരി മാഫിയകളെ പിടിച്ചുകെട്ടാൻ അന്വേഷണം എവിടെ എത്തി? ഈ ഗാങ് ഹൗസിലേക്ക് എത്തിയില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ ചെറുപ്പക്കാരുടെ പിന്നിൽ ഒരുപാട് ലഹരി മാഫിയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അശ്ലീലങ്ങളിലേക്ക് ചെറുപ്പക്കാരെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സർക്കാരിനെ നമ്മൾ ഐക്യദാർഢ്യത്തോടുകൂടി സമീപിക്കുകയാണ്. നമ്മളെല്ലാവരും സർക്കാരിന്റെ ആ പദ്ധതി നടപ്പിലാക്കാൻ സഹകരിക്കണം. സർക്കാരിന്റെ ആ പദ്ധതി വിജയിപ്പിക്കാൻ നമ്മളാലാവുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മളുടെ മക്കൾ, ആ മക്കളുടെ ഭാവി ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ നശിച്ചു പോകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ സോഷ്യൽ മീഡിയകളിലൊക്കെ കയറുമ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ വഴികേടിൽ നിന്നും ലഹരിയിൽ നിന്നും അരുതായ്മകളിൽ നിന്നും നമ്മയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കട്ടെ. ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മോനോട് എനിക്ക് ഒരു കാര്യം തുറന്നു പറയാൻ കഴിയുന്നില്ല. കാരണം അവന് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, പക്ഷേ അവന് കുളിക്കാതെയാണ് പള്ളിയിൽ വരുന്നത്. പരിശുദ്ധ റമളാനിൽ പോലും അങ്ങനെയാണ് അവൻ പള്ളിയിൽ വന്നത്. ഉമ്മയായതുകൊണ്ട് മകനോട് ഉണർത്താൻ എനിക്കൊരു ശൈമ തോന്നുകയാണ്. ആ ഉസ്താദിനോട് ഉമ്മ പറയുകയാണ്, ആറാം ക്ലാസ്സിൽ നിന്ന് മദ്രസ പഠനം നിർത്തിപ്പോന്ന മോനാണ്. ഇന്ദ്രിയം പുറപ്പെട്ടിട്ടുണ്ട്, ജനാബത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ജനാബത്തുണ്ടായാൽ ഫർളായ കുളിക്കണമെന്ന ബോധം ആ മോനില്ലാതെ പോയി. രക്ഷിതാക്കൾ അറിയണം, നമ്മുടെ മദ്രസയിൽ നമ്മുടെ മക്കൾ, ആൺമക്കൾ, പെൺമക്കൾ, ആ മക്കളെ നല്ലവണ്ണം പഠിപ്പിക്കാൻ നമ്മൾ ഉത്ബുദ്ധരാകണം. അല്ലാതിരുന്നാൽ നമ്മുടെ മക്കൾ പരലോകത്ത് നമുക്കെതിരെ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും. അള്ളാഹുവേ, ഇവർ വേണ്ട പോലെ മദ്രസയിൽ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഒരൊറ്റ വക്ത് നിസ്കാരവും ശരിയായ രീതിയിൽ നിർവഹിക്കാൻ എനിക്ക് കഴിയാതെ പോയത്. കാരണക്കാരൻ എന്റെ ബാപ്പയാണ്, കാരണക്കാരൻ എന്റെ ഉമ്മയാണ്. നമ്മുടെ നെഞ്ചത്ത് കയറി നിന്ന് നമ്മുടെ മക്കൾ നമുക്കെതിരെ സംസാരിക്കുന്ന രംഗം ചിന്തിക്കണേ രക്ഷിതാക്കളെ, ബാപ്പ ഉമ്മമാരെ. ചില രക്ഷിതാക്കളുണ്ട്, പെൺമക്കൾക്ക് പ്രായപൂർത്തിയെത്തിയാൽ പിന്നെ മദ്രസയിലേക്ക് അയക്കൂല. സുബ്ഹാനല്ലാഹ്, ഇതും എന്നോട് മദ്രസയിലെ ഉസ്താദ് പറഞ്ഞതാണ്. ഒരു രക്ഷിതാവ് വിളിച്ചു പറഞ്ഞു, മോള് ഇപ്പോൾ വരാത്തത് മോൾക്ക് പ്രായം തികഞ്ഞത് കൊണ്ടാണ്. ആര് പറഞ്ഞതാണ്? പ്രായം തികഞ്ഞാൽ മദ്രസയിൽ
ഫർള് ഐനായ ഇൽമു പഠിപ്പിക്കേണ്ടതില്ല എന്ന്. ഉമ്മമാരെ, എങ്ങനെ കുളിക്കണം, എങ്ങനെ വുളു എടുക്കണം, എങ്ങനെ നിസ്കരിക്കണം എന്ന് നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സമയം അത് അല്പം വളർന്നതിന് ശേഷമല്ലേ? അതേ 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും കഴിഞ്ഞാലല്ലേ നമ്മുടെ മക്കൾ ദീനിയായ ഫിഖ്ഹിന്റെ മസ്അലകൾ പഠിച്ചു തുടങ്ങുന്നത്. ആ സമയത്ത് മക്കളുടെ മദ്രസ പഠനം അവസാനിപ്പിച്ചാൽ നമ്മുടെ മക്കൾ ദീൻ അറിയാതെ പോകും, നമ്മുടെ മക്കൾ ഹറാമിൽ ജീവിച്ചു പോകും. അതുകൊണ്ട് പ്രത്യേകം മക്കളുടെ മദ്രസ പഠനത്തിൽ ബാപ്പ ഉമ്മമാര് ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തലബുൽ ഇൽമി സഅ ഖൈറു മിൻ ഖിയാമിൽ ലൈൽ. മോനെ, 1 മണിക്കൂർ സമയം നീ ഇൽമു പഠിക്കുന്നത് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ് കേട്ടോ. വതലബുൽ ഇൽമി യൗമ, ഒരൊറ്റ ദിവസം നീ ഇൽമു സമ്പാദിക്കുന്നത് ഖൈറും മിൻ സിയാമി 3 അശ്ഹുരിൻ, 3 മാസം നോമ്പെടുക്കുന്നതിനേക്കാൾ മഹത്വമാണ് കേട്ടോ. ഇത്രയും വലിയ മഹാത്മ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന് നൽകുന്നത്. ഇമാം തുർമിദി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മൻ തലബൽ ഇൽമ കാന കഫാറത്തൽ ലിമാമല്ലാ. ഇൽമാരാണ് കേൾക്കാനും പഠിക്കാനും തയ്യാറാകുന്നത്. ഇൽമിന്റെ ക്ലാസുകളിൽ പങ്കെടുക്കുന്നവരാരോ അവരിൽ കഴിഞ്ഞുപോയ പാപങ്ങളെ അവര് പഠിക്കുന്ന ഇൽമു പൊറുപ്പിക്കുന്നതാണ്. ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, മൻ ഇൻതഖല ലിയതഅല്ലമ ഇൽമൻ ഗുഫിറ ലഹു ഖബ്ല അൻ യഖ്തുവാ. ഇൽമു പഠിക്കാൻ ആരാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത്, ഓഫീസിൽ നിന്നിറങ്ങുന്നത്, ജോലി സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നത്, എന്നാൽ അയാൾ ഇൽമിന്റെ മജ്ലിസിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് ആദ്യമായി എടുത്തു വെക്കുന്ന കാൽപാദമില്ലേ, ചവിട്ടില്ലേ, ആ സമയത്ത് തന്നെ അല്ലാഹു അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ഓപ്ഷൻ കൊടുത്തു. സുലൈമാൻ നബിയെ, നിങ്ങൾക്ക് സമ്പത്ത് തരാം, നിങ്ങൾക്ക് അധികാരം തരാം, നിങ്ങൾക്ക് വിജ്ഞാനം തരാം, 3ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. ഫഖ്താറൽ ഇൽമ, സുലൈമാൻ നബി അലൈഹിസ്സലാം വിജ്ഞാനത്തെ തെരഞ്ഞെടുത്തു. ഫൗതിയൽ മിൽക വൽ മാല ലിഖ്തിയാരിഹിൽ ഇൽമ. വിജ്ഞാനത്തെ തെരഞ്ഞെടുത്തത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3ഉം അങ്ങ് കൊടുത്തു. സമ്പത്ത് കൊടുത്തു, അധികാരം കൊടുത്തു, വിജ്ഞാനം കൊടുത്തു. ലോകം ഭരിച്ച ഭരണാധികാരിയായി നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അതുകൊണ്ട് വിദ്യാർത്ഥികളോട്, സഹോദരീ സഹോദരന്മാരോട് പറയുന്നു, അറിവ് നേടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്നു, നബി ഉമാമ റളിയല്ലാഹു അൻഹു, അയ്യുമാ നാശിഇൻ നശഅ ഫീ തലബിൽ ഇൽമി വൽ ഇബാദത്തി ഹത്താ യക്ബർ അഅതാഹു അല്ലാഹു യൗമൽ ഖിയാമത്തി സവാബ 72 സിദ്ദീഖാ. 72 സിദ്ദീഖീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഖിയാമത്ത് നാളിൽ അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യവാൻ ആരാണെന്നറിയുമോ? ഇൽമിന്റെ പഠനത്തിലും ഇബാദത്തിലും വളർന്ന് വലുതായ മനുഷ്യനാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഇൽമു പഠിച്ച ആലിമീങ്ങൾ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. യുഹിബ്ബുഹും അഹ്ലുസ് സമാ. ആകാശലോകത്തുള്ളവർ ആലിമീങ്ങളെ പ്രിയം വെക്കുന്നു. വയസ്തഗ്ഫിറു ലഹുമുൽ ഹിതാനു ഫിൽ ബഹരി. സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ ആലിമീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു. ഇദാ മാതു ഇലാ യൗമിൽ ഖിയാമ. ആലിമീങ്ങൾ മരിച്ചാൽ
ഖിയാമത്ത് നാൾ വരെ ആലിമീങ്ങൾക്ക് പൊറുക്കലിനെ ചോദിക്കുന്നു. സമുദ്രത്തിലുള്ള മത്സ്യങ്ങളും ആകാശ ലോകത്തുള്ള മാലാകമാരും. അപ്പൊ ഇൽമു സമ്പാദിക്കുക എന്നത് വലിയ ഖൈറായ അമലാണ്. ആർക്കാണ് അല്ലാഹ് ഖൈറു ഉദ്ദേശിക്കുന്നത്? യുഫഖിഹു ഫിദ്ദീൻ, അയാൾക്ക് അല്ലാഹു ദീനിൽ ഫിഖ്ഹ് നൽകും, നല്ല അറിവ് കൊടുക്കും. നിസ്കാരം ഫസാദാകാതെ നിസ്കരിക്കാനുള്ള അറിവ് അല്ലാഹ് കൊടുക്കുന്നു. അത് അല്ലാഹ് ഖൈറു ഉദ്ദേശിച്ചവർക്കേ കൊടുക്കുള്ളൂ. മാ ഉബിദല്ലാഹു ബിശൈഇൻ അഫ്ളല മിനൽ ഫിഖ്ഹി ഫിദ്ദീൻ, ദീൻ പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഇബാദത്തും അല്ലാഹുവിന് നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ വേറെയില്ല. വലഫഖീഹുൻ വാഹിദുൻ അശദ്ദു അല ശൈത്വാനി മിനൽ ഫിഅബിദീൻ, ഒരൊറ്റ ആലിമ്, ഒരൊറ്റ പണ്ഡിതൻ 1000 ആബിദീങ്ങളായ മഹാന്മാരെക്കാൾ പിശാചിന് പേടിയുള്ളവനാണ്. വലികുല്ലി ശൈഇൻ ഇമാദുൻ വഇമാദു ഹാദിദ്ദീനി അൽ ഫിഖ്ഹു, എല്ലാ വസ്തുവിനും ഒരു നെടുന്തൂണുണ്ട്. ദീനിന്റെ നെടുന്തൂൺ വിജ്ഞാനമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുന്നു. റകഅതാനി മിൻ ആലിമിൻ, 2 റകഅത്ത് ഇൽമുള്ള മനുഷ്യൻ നിസ്കരിക്കുന്നത് അഫ്ളലു മിൻ 70 റകഅതൻ മിൻ ഗൈരി ആലിമിൻ, ഇൽമി ഇല്ലാതെ 70 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ഇൽമു പഠിക്കാനുള്ള അവസരം വരുന്നു. സമസ്തയുടെ സെന്റിനറിയുടെ ഭാഗമായി സുൽത്താനുൽ ഉലമാ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ അവിടുത്തെ കരങ്ങളെ കൊണ്ട് അവിടുന്ന് എഴുതിയ, അവിടുന്ന് രചിച്ച കിതാബ് 31 അധ്യായം, അതിൽ 30 അധ്യായവും നമ്മുടെ നാട്ടിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടുദർസിൽ പാരായണം നടത്തുന്നു, ക്ലാസ് എടുക്കുന്നു. ആ ദർസിൽ നമ്മളെല്ലാവരും സംബന്ധിക്കുന്നു. 31ാമത്തെ അധ്യായം നമുക്ക് ഓതിത്തരുന്നത് മലപ്പുറം വാദി ഹറമൈനിൽ നിന്നാണ്. ആ കിതാബിന്റെ രചയിതാവാണ്, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ്, നമ്മുടെ നേതൃത്വമാകുന്ന സുൽത്താനുൽ ഉലമാ ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. അല്ലാഹുവേ, അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഒരു ക്ഷീണവും തളർച്ചയും നീ കൊടുക്കരുതേ അല്ലാഹ്. സുൽത്താനുൽ ഉലമാ ഉസ്താദിന്റെ ശിഷ്യന്മാരാവുകയാണ് നമ്മുടെ പ്രാസ്ഥാനിക കുടുംബത്തിൽ മെമ്പർഷിപ്പ് എടുത്ത മുഴുവൻ പ്രവർത്തകന്മാരും. ഉസ്താദ് അവർകളെയും നീ ഉലമായിനെയും അതേ അനുഭാവപൂർവം കാണുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിക്കുക എന്നത് അത് വലിയ അവസരമല്ലേ, വലിയ തൗഫീഖല്ലേ. ബഹ്റുൽ ഉലൂം ഒക്കെ ഉസ്താദിനെ പോലെയുള്ള വലിയ ആലിമീങ്ങളിൽ നിന്ന് ഇൽമു പഠിച്ച കാന്തപുരം ഉസ്താദ്, വലിയ മശായിഖന്മാരിൽ നിന്ന് ആത്മീയമായ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, ആ ഉസ്താദിന്റെ ശിഷ്യനാവാൻ നമുക്കെല്ലാവർക്കും സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി അവസരം ലഭിക്കുകയാണ്. ആ അവസരം നിങ്ങൾ എല്ലാവരും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം ഇൽമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിച്ചത്. പുരുഷന്മാർക്ക് മാത്രമല്ല, നമ്മുടെ സഹോദരിമാർക്കും 30 അധ്യായങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ച് ആഴ്ചയിൽ ഒരിക്കൽ ദർസ് നടക്കും. 1 മണിക്കൂർ സമയം നിങ്ങളെല്ലാവരും ആ ദർസിൽ സമയത്ത് വരികയും കൃത്യസമയത്ത് തന്നെ സമാപിക്കുന്നത് വരെ പങ്കെടുക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 19ാം തീയതിയാണ് നമ്മുടെ ദർസ് ഇവിടെ ആരംഭം കുറിക്കുന്നത്. കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യത്വം ആഗ്രഹമുള്ള ആരെല്ലാം നമ്മുടെ നാട്ടിലുണ്ടോ, ഇൻഷാ അല്ലാഹ് ആ സബക്കിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഒരു ആലിമിനോട് വലിയൊരു ബന്ധം സ്ഥാപിച്ചാൽ നമുക്ക് ആഖിറത്തിൽ അത് വലിയ
അവസരമായി വരും. നമ്മുടെ കൈപിടിക്കാൻ ആലിമീങ്ങൾ വേണ്ടേ, ശൈഖന്മാര് വേണ്ടേ, ഉസ്താദുമാര് വേണ്ടേ? ബഹുമാനപ്പെട്ട ഇമാം ദൈലമി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, ഇദജ്തമഅൽ ആലിമു വൽ ആബിദു അലസ്സിറാത്ത്, ഒരു ആലിമും ഒരു ആബിദും നാളെ സിറാത്ത് പാലത്തിങ്കലിൽ ഒരുമിച്ച് കൂടുന്നു. ഖീല ലിൽ ആബിദി, ഇബാദത്ത് ചെയ്ത മഹാനോട് പറയപ്പെടുന്നു, ഉദ്ഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ. വതനഅം ബിഇബാദതി, നിങ്ങൾ ദുനിയാവിൽ ചെയ്ത ഇബാദത്തുകളുമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോ. വഖീല ലിൽ ആലിമി, എന്നാൽ ആലിമിനോട് പറയപ്പെടും, ഖിഫ് ഹുനാ, നിങ്ങൾ ഇവിടെ നിൽക്കണം. ഫശ്ഫഅ ലിമൻ അഹ്ബബ്ത, നിങ്ങളെ പ്രിയം വെച്ച് നിങ്ങൾ എഴുതിയ കിതാബ് ദർസ് നടക്കുമ്പോ ആ ദർസിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങളില്ലേ, മുഅ്മിനാത്തുകളില്ലേ, ഇൽമിന്റെ വിഷയത്തിൽ നിങ്ങളെ സ്നേഹിച്ചവരില്ലേ, നിങ്ങളുടെ നേതൃത്വം അംഗീകരിച്ചവരില്ലേ, നിങ്ങളെ മുഹബ്ബീങ്ങളെയെല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് ശഫാഅത്ത് ചെയ്തോ. فإنك لا تشفع لأحد إلا شفعت, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നുവോ നിങ്ങളെ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഫഖാമ മഖാമൽ അംബിയാഇ, ശഫാഅത്തിന് അധികാരമുള്ള അംബിയാക്കന്മാരുടെ സ്ഥാനത്ത് സുബ്ഹാനല്ലാഹ് ആലിമീങ്ങളിൽ നിന്ന് അവരെ മുഹബ്ബീങ്ങളെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.